എന്താ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം? പവിത്രമായ ഒരു കർമ്മമാണിത്. ഭഗവാന്റെ പാദങ്ങളിൽ സ്വയം അർപ്പിക്കുന്ന ഭക്തന്റെ ഇംഗിതമറിഞ്ഞ് നമുക്ക് അജ്ഞാതമായ നമ്മുടെ നാളെയിലെ വരും വരായ്മകളെ വെളിപ്പെടുത്തുന്ന പുണ്യകർമ്മം. മനസ്സ് ശുദ്ധമാക്കി ദുഷ്ടചിന്തകളില്ലാതെ ചെയ്യേണ്ട കർമ്മം. മറ്റൊരാളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനാവാത്ത നിങ്ങൾ എന്തിനാണാവോ ഈ കർമ്മം ചെയ്യുന്നത്? സ്വാമി പറഞ്ഞത് ശരിയാണ്. ദൈവം എന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുകയായിരുന്നു. തെറ്റാ ചെയ്തതല്ല, കൊടും തെറ്റ്. ഒരമ്മയും മകളോടും മരുമകനോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാനായിട്ട് അകറ്റി മാറ്റിയവർ ഒന്ന് ചേരാൻ വേണ്ടി ഞാൻ എന്ത് പ്രായച്ചിത്വ സ്വാമി ചെയ്യേണ്ടത്? ഈ വൃദ്ധം ഏത് ദൈവത്തെ വിളിക്കേണ്ടത്? എന്റെ മരുമകൻ രാജരത്നം എന്റെ മോളെ വിവാഹം ചെയ്യണം. അവരൊന്നാകണം. അവര് സന്തോഷത്തോടെ ജീവിത അവസാനം വരെ കഴിയണം. പശ്ചാത്താപം. ഈ ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഈ മുഖത്തില്ലായിരുന്നല്ലോ. പിന്നെന്താ ഇപ്പോ? മകളും മരുമകനും സത്യമാണെന്ന് ദൈവത്തിനും മറ്റുള്ളവർക്കും അറിയാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരാൾ മാത്രം അത് വിശ്വസിച്ചില്ല. നിങ്ങൾ അയാളുടെ മരണം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ആയുധവുമായി നടന്നു. അതിൽ നിന്നെല്ലാം അയാളെ രക്ഷിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു. ശരിയാണ്. മരുമകന്റെ മരണമായിരുന്നു എന്റെ സ്വപ്നം. അനുവാദമില്ലാതെ മകളെ തട്ടിയെടുത്തതിന്റെ പ്രതികാരം. എന്നിലെ അമ്മയും സ്ത്രീയുടെ വാശി, അവളെ മോഹിച്ചു നടന്ന ഷൺമുഖം എന്ന പിശാചിന്റെ വാക്കുകളും കൂടിയായപ്പോ ഞാൻ അമ്മയും അമ്മായി അമ്മയും ഒന്നുമല്ലാതായി. ദുഷ്ടചിന്തകൾ കൊന്നുകൂടിയ ഒരു പ്രതികാര ദാഹി. ഷൺമുഖം ദൈനംദിനം ആ ചിന്തകൾക്ക് ശക്തി കൂട്ടി, നശിപ്പിച്ചു, സ്വസ്ഥത കെടുത്തി, തകർത്തെറിഞ്ഞ എന്റെ മക്കളുടെ ജീവിതം. വിഷം കലക്കിയ കൈകളെ ഞെരിച്ചു കൊല്ലേണ്ടതിന് പകരം അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സംരക്ഷിച്ചു, എന്നെ അമ്മയായി കണ്ടു. 22 വർഷത്തെ എന്റെ ദ്രോഹങ്ങൾക്കും ചെയ്തികൾക്കും ഒരു നിമിഷം പോലും പ്രതികാരം ചെയ്തില്ല. സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിക്കുകയായിരുന്നവൻ. എന്റെ കൂടെ നടന്ന് എന്നെ സ്നേഹിക്കുകയായിരുന്നവൻ. മതി. വൈകിയെത്തിയ തിരിച്ചറിവ്, അത് ഉറക്കെ ദൈവത്തോട് വിളിച്ചു പറഞ്ഞുള്ള ക്ഷമയിരക്കൽ. മനുഷ്യന് ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടേയിരിക്കും. സന്തോഷമായി ജീവിക്കേണ്ട സമയങ്ങളിൽ വാശിയും പകയും കൂടി അതില്ലാണ്ടാക്കും. അങ്ങനെ ഒരു ജന്മത്തിന്റെ ഏറിയ പങ്കം തീരും. പിന്നീട് തിരിച്ചറിവുണ്ടാവുമ്പോൾ ദിവസങ്ങൾ മാത്രമേ ജീവിക്കാനുണ്ടാവൂ. അതെ, നിങ്ങളുടെ ജീവിതം എണ്ണപ്പെടുന്നു. വാശിയും പകയും ശരീരത്തിലുണ്ടാക്കിയ നെഗറ്റീവ് എനർജി ചിതലായി ഈ ശരീരം കാർന്നു തിന്നാറായി. ഇനി വിഷമിച്ചിട്ട് എന്ത് കാര്യം? ശിഷ്ടകാലം ഈശ്വരവാദത്തിൽ സമർപ്പിച്ച് മക്കളോടൊത്ത് സന്തോഷമായി കഴിയുക. മരണം നിശ്ചയിക്കുന്നത് ദൈവമാണ്. നന്മയുടെ ചിന്തകളാൽ രോഗശമനവും അത്ഭുതങ്ങളും പ്രപഞ്ചത്തിലുണ്ടായിട്ടുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് വിശ്രമിക്കുക. എന്നിട്ട് മക്കളോടൊപ്പം പോവുക. അവർ സ്വീകരിക്കും. നന്മയുള്ളവരാണവർ.
എന്തിനാ മോളെ? അതൊക്കെയുണ്ട്. ആ ചടങ്ങ് തീരും വരെയുള്ള എന്റെ ടെൻഷൻ, നടക്കോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ, ഉറങ്ങാൻ കഴിയുന്നില്ലപ്പാ. എന്തിനും ഏതിനും മനസ്സമാധാനം തന്നിട്ടുള്ള ദേവിയിൽ നിന്നും എനിക്കറിയണം നിങ്ങൾ ഒന്നാവൂന്ന്. മോളെ, അതിനെന്താ തടസ്സം? എന്തിനാ നീ അരുതാത്ത ചിന്തിക്കുന്നേ? ഇപ്പൊ ഇലയിടണ്ട. അതെന്താ? ഇനി ദൈവനിശ്ചയം മുൻകൂട്ടി അറിയാൻ താല്പര്യമില്ല മോളെ. മറിച്ചാണെങ്കിൽ അത് താങ്ങാനുള്ള കരുത്തുമില്ല. അമ്മേ, മുൻകൂട്ടി അറിഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ പ്രതിവിധികൾ ഉണ്ടാവും. തടസ്സങ്ങൾ നീക്കാൻ പൂജകളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അവസാന നിമിഷം എത്തുന്ന ദുരന്തം നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവും. നമുക്ക് നോക്കാം അമ്മേ. ശരിയാണ് കാഞ്ചി. മനസ്സിനെ സ്വസ്ഥമാക്കിയിരുന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും അതിന്റെ അവസാനം നന്മയാകും. ഈശ്വരൻ നന്മയാണ് കാട്ടുന്നതെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ മനസ്സിന് നമ്മളറിയാത്തൊരു ധൈര്യം വരും. മോള് പറഞ്ഞാൽ ശരി. വാ മോളെ. മലർന്നാണ് വീഴുന്നതെങ്കിൽ അപ്പയും അമ്മയും ഒന്നാവും. കമഴ്ന്നാണ് വീഴുന്നതെങ്കിൽ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. മോളെ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്നെ കാണാനും വരരുത്. എന്നെ അന്വേഷിക്കരുത്. എന്തിന്? ഞാൻ പോകുന്ന വഴികളിൽ പോലും നിങ്ങളെ കാണരുത്. അതാ എന്റെ പ്രാർത്ഥന. അടവുകളും കള്ളത്തരങ്ങളും പറഞ്ഞ് ഓരോ പ്രാവശ്യവും അടുത്തു കൂടുമ്പോഴും ഈ മനുഷ്യന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാ. ഞാനില്ലെങ്കിലും എന്റെ മക്കൾക്ക് അച്ഛൻ വേണം. ഞാനില്ലാതിരുന്നപ്പോ നിധി കാക്കുന്നത് പോലെ എന്റെ രണ്ടു മക്കളെയും വേദനയും വിഷമവും അറിയിക്കാതെ വളർത്തിയ മനുഷ്യനായത്. അതിലും പേരുദോഷവും ശാപവും പരിഹാസവും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു എനിക്ക്. നിങ്ങളാ എന്നെ ഈ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്, എന്നെ ഈ മനുഷ്യനിൽ നിന്ന് അകറ്റാൻ. എന്നോടുള്ള സ്നേഹ കൂടുതലും കരുതലും കാരണം ഇദ്ദേഹവും മക്കളും എന്നെ തേടി ഇവിടെ എത്തി. ലക്ഷ്മി മോൾ ശത്രുവിനെ പോലെ പൊരുതി എന്റെ സ്നേഹം സമ്പാദിച്ചു. വരലക്ഷ്മി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ അറിയാതെ എന്റെ ഇടവും വലവും സംരക്ഷിച്ച് എന്റെ അമ്മയുടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങി എന്നെ സ്നേഹിച്ചുകൊണ്ട് ഒരു നിഴൽ പോലെ ഈ മനുഷ്യനും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. മാനസിക നില തെറ്റിയ ഷൺമുഖം എന്ന പിശാചിനെ കൂട്ടുപിടിച്ച് ജീവിതത്തിന്റെ നല്ല സമയങ്ങളെല്ലാം നശിപ്പിച്ചില്ലേ നിങ്ങൾ? എന്ത് നേടിയെടുത്തു നിങ്ങൾ? മറഞ്ഞിരുന്ന് ഓരോന്നായി അയാൾ ചെവിയിൽ ഓതി തരുമ്പോഴും ഈ വയറ്റിൽ കിടന്നുള്ള ഞാനെന്ന് എന്താ നിങ്ങൾ ഓർത്തില്ല? ഒരമ്മയും ഒരു മകളോടും ഇങ്ങനെ ചെയ്ത് കാണില്ല. ഒരു മകളും ഇത്രയ്ക്ക് സഹിച്ചും കാണില്ല. ഒരു മരുമകനും ഇത്രയേറെ അനുഭവിച്ചും കാണില്ല. എന്തിനു വേണ്ടി? മകൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി പോയതിനോ? അതോ അമ്മ ചൂണ്ടിക്കാണിച്ച മാനസിക രോഗിയുമായി ഒരുമിച്ച് താമസിക്കാത്തതിനോ? അതോ അക്കാലത്തെ അമ്മയുടെ പകട്ടിനും പത്രാസിനും തമിഴ്നാട്ടിലെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ എന്റെ വിവാഹം ആഘോഷിക്കാത്തത് കൊണ്ടോ?
പറയൂ. വാശി, എന്റെ അച്ഛനെ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അകറ്റിയ വാശി, സ്വയം സൃഷ്ടിച്ചെടുത്ത അഹങ്കാരം. ഇനി ഞാൻ അപേക്ഷിക്കാം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ മക്കളും എന്റെ ഭർത്താവുമായി എനിക്ക് ജീവിക്കണം. അങ്ങോട്ട് പറയരുത്. മോനെ, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഇതിനു മുമ്പൊരിക്കൽ എന്റെ മുന്നേ കാൽക്കൽ ഇതുപോലെ അമ്മ വീണിരുന്നു. അന്ന് എന്റെ ഉള്ളിൽ നിന്നോട് തീർത്താ തീരാത്ത പക തന്നെയായിരുന്നു. തല്ലേണ്ട കൈകൊണ്ട് നീ എന്നെ പിടിച്ചുയർത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി സ്നേഹിച്ചു, ഒരമ്മയെ പോലെ സംരക്ഷിച്ചു. നിന്റെ മനസ്സിന്റെ നന്മ ഈ അമ്മ തിരിച്ചറിഞ്ഞു. മോനെ, ആത്മാർത്ഥമായി ഈ അമ്മ സ്നേഹിച്ചു തുടങ്ങുകയായിരുന്നു. വീട്ടിൽ ആ കള്ളനെ കയറ്റിയത് ഞാനല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരാ ആ ഷൺമുഖം. എന്നെ ചതിച്ച് എന്റെ മോനെ നശിപ്പിക്കാനായിരുന്നു അവന്റെ പദ്ധതി. ഒരു പക്ഷേ എന്റെ വിധി തെരുവിൽ കിടന്ന് അവന്റെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അവന് സഹിക്കാൻ പറ്റില്ല. മോൻ എന്നെ ഉപേക്ഷിച്ചു, പക്ഷേ മോൻ എന്നെ വിശ്വസിക്കണം. ആ ചതി ഞാനല്ല ചെയ്തത്, എന്നെ വിശ്വസിക്ക്. വന്ന് വണ്ടി കയറി. പറഞ്ഞേക്ക് നിങ്ങളുടെ വളർത്തു മകനോട്, ഇനി ഈ മനുഷ്യന്റെ ദേഹത്ത് തൊടണമെങ്കിൽ കാഞ്ചിയെ കൊല്ലണമെന്ന്, അല്ലെങ്കിൽ അവന്റെ മരണം എന്റെ ഈ കൈകൾ കൊണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഈ പൂങ്കണ്ണീർ ഒരു ദൈവത്തിന്റെ മുമ്പിലും വില പോവില്ല. ഒരു ദൈവവും നിങ്ങളെ കടാക്ഷിക്കില്ല. കാഞ്ചി, നീ എന്തായി കാണിക്കുന്നത്? നിനക്കിപ്പോഴും അവരെ കണ്ടതിന്റെ ടെൻഷൻ മാറിയില്ലേ? അവരിനി എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സങ്കല്പിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ ഇപ്പോഴും എന്നെ ജീവനോടെ ഇരുത്തിയിട്ടുണ്ട്. സോ യു റിലാക്സ് പ്ലീസ്. ഇല്ല, അത് അമ്പലവും അമ്മയുമായി പോയി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്ന? നീ കാറിൽ നിന്ന് കരയുന്ന ഞാൻ കണ്ടതല്ലേ? അതെ, ഇതെന്റെ വിധിയാ. അവരെന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വേദന ഉണ്ടാവില്ലായിരുന്നു. നീ അത് മറക്ക്. അവരെക്കുറിച്ചുള്ള അധ്യായം നമ്മൾ അടച്ചു കഴിഞ്ഞു. ദേ, നീ ഈ മുഖത്തേക്ക് നോക്ക്. ഇവളെ പറ്റിയാണ് നമ്മൾ ഇനി തീരുമാനമെടുക്കേണ്ടത്. ആ അമേരിക്കൻ ചെക്കന് പകരം അവനേക്കാൾ മിടുക്കനായ ഒരാൾ, അങ്ങനെ ഒരാളെ കണ്ടെത്തി ഇവളെ അവനെ ഏൽപ്പിക്കണം, ഒന്നിനും ഒരു കുറവും ഉണ്ടാകാതെ. ശരിയാ, എനിക്കിനി സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ എല്ലാ ആർഭാടങ്ങളോടും കൂടി ഇവളുടെ കല്യാണം നടക്കണം. അമേരിക്കക്കാരനെക്കാളും വലിയൊരാളെ തിരഞ്ഞൊന്നും അപ്പയും അമ്മയും പോവണ്ട. കല്യാണത്തിന് ഒരുപാട് ആർഭാടങ്ങളും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, സാധാരണക്കാരനായ ഒരാൾ, മനസ്സിൽ നന്മയും സ്നേഹമുള്ള ഒരാൾ.
നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അമ്മേ. അതൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്ന എന്തിനാ? അപ്പയുടെയും അമ്മയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഇനി നമ്മുടെ കുടുംബത്തിൽ ആവർത്തിക്കരുത്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്നെ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച് മരിക്കണം. മോളെ, നിന്റെ ഈ കുഞ്ഞു മനസ്സിൽ ഇത്രയും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മോളെ. ഞങ്ങൾക്കിനി നിന്റെ കാര്യം മുഖ്യം. അതെ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽ നിന്റെ ഈ മനസ്സ് ഞങ്ങൾ കാണാതെ പോയി. ഇനി അങ്ങനെ ആയിരിക്കില്ല മോളെ. ഒന്ന് മാറിയേട്ടാ. ആ അയ്യോ അമ്മച്ചി, 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 ഇതെനിക്ക് അറിയാവുന്ന ആളാ. എന്റെ ഇവിടെ അടുത്താ. ഞാൻ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ ആരെങ്കിലും ഒരു ഓട്ടോ പിടിച്ചു തരുമോ? അമ്മച്ചി, 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 കണ്ണൂർക്ക് അമ്മച്ചി. വെള്ളം. കുടിക്കും മച്ചി. ആരടാ ഇത്? നിങ്ങൾ അറിയേണ്ട ആളല്ല. കുടിക്കും. സുഖമില്ലാത്തവരാണെങ്കിൽ വല്ല ആശുപത്രിയിലും കൊണ്ടുപോടാ. അത് ഞാൻ നോക്കിക്കോളാം. ഓ, ഇതാ വെള്ളം. ഞാനിതെവിടെയാ? വേണ്ടപ്പെട്ടിടത്താണെന്ന് കരുതിയാ മതി. വഴിയിൽ വെച്ച് ബോധം കെട്ടു വീണു. ഇവൻ ഇഞ്ഞു കൊണ്ടുപോന്നു. മോന്റെ പേരെന്താ? ഹരിശങ്കർ. എനിക്കിവിടെ പട്ടിസാരിക്കടയിലാ ജോലി. കാഞ്ചിയമ്മയുടെ. ഞാൻ പോവാ. ആ, ഈ നിലയ്ക്ക് ഞാൻ അമ്മച്ചിയെ ഇവിടുന്ന് വിടില്ല. പോകാനുള്ള തിടുക്കം എന്താണെന്ന് എനിക്കറിയാം. കാഞ്ചി മേഡത്തിന്റെ അമ്മയില്ല. കണ്ടപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. അന്ന് ഷോപ്പിന്റെ നടയിൽ നിന്ന് രാജരത്നം സാറ് കാറി കയറ്റിക്കൊണ്ട് പോയതല്ലേ. പിന്നെ എങ്ങനെ റോഡിൽ ഒറ്റയ്ക്ക് വന്നു? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട ചക്കു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അതായി ഈ കരച്ചില്. എന്നെ അവൻ ഇറക്കി വിട്ടു. ഞാൻ മനസ്സുകൊണ്ട് അറിയാത്ത കാര്യത്തിന് എന്റെ വരലക്ഷ്മിയും എന്നെ. എനിക്കിനി എവിടെയും പോകാനില്ല. ഞാനിവിടെ ഉണ്ടെന്ന് മോൻ ആരോടും പറയരുത്. അവർക്കൊന്നും എന്നെ വേണ്ട. കൗസല്യം ഇനി എങ്ങോട്ടും പോണ്ട. ദേ,
ആരുമില്ലെന്നുള്ള തോന്നലും വേണ്ട. ഇവിടെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ കഴിയാം. കാശും പകിട്ടുമുള്ള ആൾക്കാരല്ല ഞങ്ങള്. ഇവന്റെ വരുമാനത്തിലാ ഞങ്ങള് കഴിയുന്നത്. ഞങ്ങൾക്ക് ആകെപ്പാടെ തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാനെന്നാ ഷോപ്പിലോട്ട് പൊക്കോട്ടെ. അമ്മ കടുപ്പത്തിൽ നല്ല ചുക്ക് കാപ്പി ഇട്ട് തരും. അതും കുടിച്ച് നല്ല മിടുക്കിയായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. അമ്മേ, കൗസല്യമ്മയ്ക്ക് ക്ഷീണമോ വല്ലാമേ തോന്നിയ എന്നെ വിളിച്ച് പറയണം. ഞാനിങ്ങ് എത്തിക്കോളാം. മോനെ, ആ കാഞ്ചിക്ക് മോനെ നന്നായിട്ട് അറിയോ? അറിയാമോന്നോ? ഷോപ്പെന്നും പറഞ്ഞ് ജീവിക്കുക ഇവൻ ഒരൊറ്റ ദിവസം പോലും ലീവ് എടുക്കില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ഇത്രയും താമസിച്ചേ ഉള്ളൂ. കാഞ്ചി മേഡത്തിന് എന്നെ വലിയ കാര്യമാണ്. തിരിച്ച് എനിക്കും അതെ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരറിഞ്ഞാലും അവള് തീരെ അറിയണ്ട. പറയില്ല. അമ്മച്ചിക്ക് എന്നെ വിശ്വസിക്കാം. വാ. നിക്കടാ അവിടെ.